കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു. വളരെ സന്തോഷമായി. ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരിയാണ്. കളഭാലങ്കാരം ഉണ്ടായിരുന്നത് മുന്നൂലം ഹരിയോദിക്കനാണ്. വളരെ നന്നായിട്ടൊരു ഉണ്ണിക്കണ്ണനെ ചാർത്തിയിട്ടുണ്ട്. എന്താ രസം, നല്ല രസമാണ് കേട്ടോ. ആ ഗുരുവായൂരപ്പൻ്റെ ആ വിഗ്രഹത്തിൽ കളഭാലങ്കാരം, ആ കാല് പിണച്ച് നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണനാണ്. നല്ല രസമായിട്ട് തന്നെയാണ് ചാർത്തിയിട്ടുള്ളത്. വേണു ഒഴിക്കുന്ന വേണുഗോപാലനായിട്ടാണ് അന്ന് ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. നല്ല സ്വർണ്ണ പൊന്നിനോടക്കുഴലും പിടിച്ച് പുഞ്ചിരി തൂന്നിയിട്ട് ആ ചുണ്ടിൻ്റെ അടുത്തിങ്ങനെ ഓടക്കുഴൽ ഊതുകയാണ്. എന്തായാലും രണ്ട് കൈ കൊണ്ടിങ്ങനെ പിടിച്ചിട്ട് ഒരു സുന്ദരഭാവത്തിലാണ് നിൽക്കുന്നത്. കാൽ തളകളുണ്ട്, കൈകളിൽ തളകളുണ്ട്, പൊന്നിൻ ഗോപിയുണ്ട്, ചെവിപ്പൂക്കളുണ്ട്, ആടയാഭരണങ്ങളെല്ലാം ഇട്ടിട്ടുള്ള കളഭം കൊണ്ടുള്ള ഒരു പീലി ഉണ്ട്. നന്നായിട്ട് ചാർത്തിയിട്ടുണ്ടെന്ന് ഹരിയോദിക്കൻ. വളരെ കേമായിട്ടതിങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എല്ലാവർക്കും വേണുഗോപാലനായിട്ടാണ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കാനായിട്ട് വേണുഗോപാലനായിട്ടാണ് ശ്രീലകത്ത് ഉണ്ണിയുടെ നിൽപ്പ്. ഇന്ന് എന്തായാലും നല്ല സന്തോഷത്തിലാണ്. ആൾക്ക് ഇന്നലെയൊക്കെ വെണ്ണയൊക്കെ അല്ലേ കിട്ടിയിരുന്നത്. വെണ്ണക്കുടം വെച്ചിട്ട് നിൽക്കുമായിരുന്നു ഇന്നലെ. ഊഞ്ഞാലിൻ്റെ മുകളിൽ ഇരിക്കല്ലായിരുന്നു. ഇന്നിപ്പോൾ അതല്ല. അതൊക്കെ കഴിച്ചു. ഇന്നിപ്പോൾ ഏതായാലും വേണു ഒന്ന് ഊതിക്കളയാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. ഭക്തരെയൊക്കെ വേണു ഊതി സുഖിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളെ നോക്കി നിൽക്കുന്നത്. നമ്മളെ തന്നെയാണ് നോക്കി നിൽക്കുന്നത് കേട്ടോ. അതങ്ങനെയാണ് തോന്നുക. നമ്മളിപ്പോൾ സോപാനത്തിൻ്റെ അവിടെ എത്തുമ്പോഴേ തിരക്കൊക്കെ കൊണ്ടിങ്ങനെ ചെല്ലുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടർ അവിടെ എത്തുമ്പോൾ നമ്മളെ തന്നെ നോക്കി നിൽക്കുന്ന വേണുഗോപാലിനെയാണ് നമുക്കിന്ന് ദർശിക്കാൻ കഴിയുക. മന്ദസ്മിതത്തോട് കൂടിയിട്ട് ഒരു പുഞ്ചിരിയുണ്ട്. വേണു ഊതുകയാണെങ്കിലും നമ്മളോട് പുഞ്ചിരിച്ച് കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്താ വെച്ചാൽ പറഞ്ഞോളൂ, ഞാനതിന് പ്രതിവിധി ഉണ്ടാക്കി തരാം എന്നാണ് അദ്ദേഹം ഇന്ന് നമ്മളോട് പറയണത്. അപ്പോൾ എല്ലാവരും, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഇന്ന് ഗുരുവായൂരപ്പൻ്റെ വേണുഗോപാല രൂപത്തെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ച് നമുക്ക് നമ്മളെ എല്ലാ പ്രശ്നങ്ങളും അവിടെ എത്തിച്ച് തിരുമുമ്പിൽ അടിയറവ് വെച്ചിട്ട് നമ്മൾ പറയുകയാണ്, നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരണേ, അതൊക്കെ നിവർത്തിച്ച് തരണേ ഗുരുവായൂരപ്പ കൃഷ്ണ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ എന്തായാലും നമ്മളെ കൂടെ ഉണ്ടാവും. കാരണം ഭക്തരെ സ്നേഹിക്കുന്ന ഭഗവാന് വേറൊരു നിവൃത്തിയില്ല. ഭക്തരുടെ ഭക്തി എന്താ പറയുക, യഥാർത്ഥമാണ് എങ്കിൽ ഭഗവാൻ നമ്മളെ കൂടെ ഉണ്ടാവും. ഏത് സദാസമയത്തും നമ്മളെ ഭക്തരിൽ ദാസനായിട്ട് ഗുരുവായൂരപ്പൻ വിളങ്ങും, ഉണ്ണിക്കണ്ണൻ വിളങ്ങും. അപ്പോൾ എല്ലാവരും, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുക. മനസ്സുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിലെത്തി എന്ന് തൃക്കൺ പാർക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തി നമ്മൾ എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലത് വരുത്തും. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാലാണ് ഇനിയും എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ, ധാരാളം ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും അതിന് ശ്രമിക്കുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.